പോക്സോ കേസ് അതിജീവിതയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ്. മസ്തിഷ്ക മരണത്തിന് കാരണം കഴുത്തിലെ കുരുക്കും ശ്വാസം മുട്ടിച്ചതുമാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പെൺകുട്ടിക്ക് കൃത്യസമയത്ത് വൈദ്യസഹായം ലഭിച്ചില്ലെന്ന് പോലീസ്. പൊതുദർശനത്തിന് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വാർത്തയുടെ വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നു. രേണുക, കുട്ടിക്ക് നേരെ ക്രൂരമായിട്ടുള്ള അതിക്രമമാണ് ഉണ്ടായിട്ടുള്ളത്. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. മസ്തിഷ്ക മരണത്തിന് കാരണം കഴുത്തിലെ കുരുക്കും ശ്വാസം മുട്ടിച്ചതുമാണെന്നും അടക്കമുള്ള കാര്യങ്ങളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. കുട്ടിയുടെ സംസ്കാര ചടങ്ങുകളും പൂർത്തിയായിരിക്കുന്നു. വിവരങ്ങൾ വൃന്ദ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ പെൺകുട്ടിയുടെ സംസ്കാര ചടങ്ങ് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പള്ളിയിലാണ്. ഈ കുട്ടിയുടെ സംസ്കാര ചടങ്ങ് പൂർത്തിയായി അത് പള്ളി അധികൃതർ മറ്റു പരിപാടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ശ്വാസം മുട്ടിച്ച് തന്നെയാണ് ഈ പെൺകുട്ടി കൊലപ്പെടുത്തിയിരിക്കുന്നത്. മസ്തിഷ്ക മരണമാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത്. ഈ പ്രതി കുട്ടിയെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച സമയത്ത് വളരെ ശ്വാസം മുട്ടി ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ പെൺകുട്ടി പോയ സമയത്ത് തന്നെ കയർ ഉപയോഗിച്ച് ഈ പെൺകുട്ടിയെ അറുത്ത് തറയിലിടുകയും അതോടൊപ്പം തന്നെ വീണ്ടും അതേ ഷാൾ ഉപയോഗിച്ച് ഈ പെൺകുട്ടിയെ ശ്വാസം മുട്ടിച്ചിട്ടുമുണ്ട് ഈ പ്രതി. ഇത് തന്നെയാണ് മരണകാരണമെന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു കൊലപാതക ശ്രമം തന്നെ ഇയാൾ ചെയ്തിട്ടുണ്ട്. കൊലപാതക കുറ്റമാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ നിലവിൽ ഏർപ്പെട്ടിരുത്തിയിരിക്കുന്ന കുറ്റമെന്ന് വേണം മനസ്സിലാക്കാൻ. മസ്തിഷ്ക മരണത്തിന് കാരണം കഴുത്തിലിട്ട കുരുക്കും പ്രതി കുട്ടിയെ ശ്വാസം മുട്ടിച്ചതുമെന്നാണ് ചോറ്റാനിക്കര പോലീസ് നമ്മളോട് വ്യക്തമാക്കിയത്. ചോറ്റാനിക്കരയിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ സംസ്കാര നടപടികൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഏകദേശം 3:30 തന്നെ ഇപ്പോൾ പള്ളിയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. മൃതദേഹം പള്ളിയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. പോലീസുകാരും വ്യക്തമാക്കുന്നത് ഈ ഒരു സംഭവം തന്നെയാണ്. കൃത്യമായ സമയത്ത് ഈ കുട്ടിയെ ആശുപത്രിയിൽ ആ പ്രതി എത്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്താമായിരുന്നു. അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു മെഡിക്കൽ എയ്ഡ് ആ കുട്ടിക്ക് ആ ഒരു സംഭവം നടന്ന സമയത്ത് ലഭിച്ചിരുന്നെങ്കിൽ ആ കുട്ടിയുടെ ജീവൻ ഒരു പക്ഷേ രക്ഷിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസുകാരും വ്യക്തമാക്കിയിരുന്നത്. മസ്തിഷ്ക മരണം തന്നെയാണ് നിലവിൽ റിപ്പോർട്ടിൽ കാണിക്കുന്നത്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിക്ക് പല ടെസ്റ്റുകൾ ഇപ്പോൾ ലാബിൽ അയച്ചിട്ടുണ്ടെന്നും ഒരു പോലീസ് പറയുന്നുണ്ട്. ആ ടെസ്റ്റുകളുടെയും ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയുക. പ്രതിക്കെതിരെ നരഹത്യാ കുറ്റം നിലവിൽ ചുമത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത തിങ്കളാഴ്ച പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനായി കോടതിയെ അപേക്ഷിക്കുമെന്നും ഒരു വാക്ക് പോലീസിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. വളരെ വേദനയോടെ തന്നെ എടുത്തു പറയണം. കാരണം 19 വയസ്സുകാരി ലഹരി ആ കുട്ടിക്ക് സ്ഥിരമായി കൊടുക്കുകയായിരുന്നു. ഇയാൾ മൃഗീയമായ രീതിയിൽ ആ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ലൈംഗിക അതിക്രമണം ഈ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. ശരീരം ദേഹമാകെ ഈ കുട്ടിയെ മുറിവേൽപ്പിക്കുന്ന രീതിയിലാണ് ഈ പ്രതി അനൂപ്, തലയോലപ്പറമ്പ് സ്വദേശി പ്രതി അനൂപ് ചെയ്തിരിക്കുന്നത് വേണം മനസ്സിലാക്കാൻ. ശരീരം മുഴുവനാകി നീളവും വീതിയിലുമായി ഒരുപാട് മുറിവുകളുണ്ട്. ആഴത്തിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് ഈ പറയുന്നത്. അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തറ നടമേൽ മാർത്താ മറിയം പള്ളിയിലാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നത്. ആ വീട്ടിൽ അരമണിക്കൂർ പൊതുദർശനം മാത്രമാണ് വച്ചിരുന്നത്. അതിനുശേഷം പള്ളിയിലേക്ക് കൊണ്ടുവരികയും അവരുടെ കല്ലറയായി അവിടെ തന്നെ അടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പള്ളിയിലെ വികാരി അച്ഛന്മാരും ബന്ധുക്കളും നാട്ടുകാരും എല്ലാം ചേർന്ന് ഈ ഒരു ചടങ്ങ് ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നു. തൃപ്പൂണിത്തറ നടമേൽ മാർത്താ മറിയം പള്ളിയിലാണ് ആ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. വളരെ വിഷമകരമായ ഒരു സംഭവം തന്നെയാണ്. വളരെയധികം നാടിനെ നടുക്കിയ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വളരെ ദുഃഖകരം എന്ന് വേണം എടുത്തു പറയാൻ. ഒരു നാടിനെ ഒന്നാകെ നടുക്കിയൊരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നാട്ടുകാരുടെയും അല്ലെങ്കിൽ ഈ നാട്ടുകാരും പള്ളിക്കാരും എല്ലാം ഈ ഒരു സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. 3:30 തന്നെ ഈ പെൺകുട്ടിയുടെ മൃതദേഹം പള്ളിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 2 മണിയോടെ തന്നെ 1:45-2 തന്നെ ആശുപത്രിയിൽ നിന്നും മൃതദേഹം വീട്ടിലേക്ക് പുറപ്പെട്ടിട്ടുമുണ്ടായിരുന്നു. മുക്കാൽ മണിക്കൂർ പൊതുദർശനം വീട്ടിൽ വെച്ചതിന് ശേഷമാണ് ആ പള്ളിയിൽ കൊണ്ടുവന്ന് വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് നേരം വയ്ക്കാതെ വളരെ പെട്ടെന്ന് തന്നെ മൃതദേഹം അടക്കം ചെയ്തിട്ടുണ്ട്. രേണുക, അതിലെടുത്തു പറയേണ്ടത് ഈ
കൊലപാതകം ഈ ഒരു കുട്ടി മരിക്കുന്ന സമയം അത്രയും ഈ ഒരു അനൂപ് എന്ന് പറയുന്ന വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. ഈ പ്രതിക്കെതിരെ എന്തൊക്കെ ഈ കൊലപാതക കുറ്റം ചുമത്തിയിട്ടുണ്ട്. പ്രതിക്കായിട്ടുള്ള നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? പ്രതിക്കായി നിലവിൽ ചുമത്തിയിരിക്കുന്നത് കൊലപാതക കുറ്റം തന്നെയാണ്. പക്ഷേ പോസ്റ്റ്മോർട്ടത്തിന്റെ ചില ലാബ് ടെസ്റ്റുകൾ കൂടി ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും വീണ്ടും ഇനി എന്തൊക്കെ കുറ്റങ്ങൾ പ്രതിക്കെതിരെ ചുമത്താം. അതോടൊപ്പം തന്നെ ലൈംഗിക അതിക്രമണം ഇയാൾ നടത്തിയിട്ടുണ്ട്. ഈ പെൺകുട്ടിക്ക് നേരെ ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് മുൻപ്. അപ്പൊ ഇങ്ങനെ നിരവധി കേസുകളാണുള്ളത്. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ ബാക്കി ഫലങ്ങൾ കൂടി അല്ലെങ്കിൽ ബാക്കി റിസൾട്ട് കൂടി വന്നിട്ട് വേണം എന്തൊക്കെ വകുപ്പിൽ ഇയാളെ കേസെടുക്കാൻ കഴിയുമെന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. നിലവിൽ ഇയാൾക്കെതിരെ കൊലപാതക കുറ്റം അല്ലെങ്കിൽ കൊലപാതക ശ്രമം എന്ന രീതിയിൽ തന്നെയാണ് കേസ് ചുമത്താൻ പോലീസും തീരുമാനിച്ചിരിക്കുന്നത്. 15 മണിക്കൂറോളം ശനിയാഴ്ച രാവിലെ ജനുവരി 26 ശനിയാഴ്ച രാത്രി 11 മണിക്ക് നടന്ന സംഭവമാണ്. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് ഏകദേശം 15 മണിക്കൂറോളം ഈ കുട്ടി പകുതി അബോധാവസ്ഥയിൽ ആ കട്ടിലിൽ കിടക്കുകയായിരുന്നു. ഒരു പക്ഷേ ഇയാൾക്ക് ആ 4 മണിക്കൂറോളം പെൺകുട്ടിയുടെ അടുത്ത് അയാൾ ഇരുന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഈ ഒരു 4 മണിക്കൂറിനുള്ളിൽ ഏതെങ്കിലും 1 മിനിറ്റ് അയാൾ ആ ആശുപത്രിയിലേക്ക് തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്നിങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കില്ല. ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. പോലീസുകാരും പറഞ്ഞത് 6 ദിവസം വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഈ പെൺകുട്ടി നിലനിന്നിരുന്നത്. ഈ 6 ദിവസം വെന്റിലേറ്ററിന്റെ സഹായത്തിലിരുന്നപ്പോഴും മസ്തിഷ്ക മരണം ഈ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ബ്രെയിൻ ഡെത്ത് ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ട്. കൃത്യമായി ശ്വാസം ആ കുട്ടിക്ക് എടുക്കാൻ കഴിയില്ല. മസ്തിഷ്ക മരണം ആ ആത്മഹത്യാ സമയത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിനിടയിൽ ഇയാൾ ഒരു ആശുപത്രിയിൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എയ്ഡ് ആ ഒരു സമയത്ത് ആ കുട്ടിക്ക് കൃത്യമായി കിട്ടിയിരുന്നെങ്കിൽ പോലും ഒരു പക്ഷേ ആ കുട്ടിയെ രക്ഷിക്കാം. ആ ശ്വാസതടസ്സം ഉണ്ടായ കുട്ടിയെ വീണ്ടും കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് വായും മൂക്കും അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുകയും അതോടൊപ്പം തന്നെ ചുറ്റിക കൊണ്ട് അടിച്ച് ദേഹം പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വീണ്ടും ആ കുട്ടിയെ ഒരു കൊലയിലേക്ക് അല്ലെങ്കിൽ നല്ലോണം ശ്വാസം മുട്ടിയിരുന്ന ഒരു കുട്ടിയെ വീണ്ടും ശ്വാസതടസ്സത്തിലേക്ക് തന്നെയാണ് ഈ പ്രതി കൊണ്ടുപോയത്. ഇത് തന്നെയാണ് ഈ മസ്തിഷ്ക മരണത്തിനും കാരണമെന്ന് തന്നെയാണ് പോലീസും വ്യക്തമാക്കുന്നത്. ശരി രേണുക.